മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെണ്ണേലും മറിമായം. നമ്മൾ വല്ലതും നട്ടാ ഉടനെ ലോകത്തുള്ള പുഴു എല്ലാം കൂടെ ഒന്നും കയറുള്ളൂ. ഇരുത്തം കണ്ടില്ലേ രണ്ടെണ്ണം? കാലത്തൊന്നും പോയ പോരാ, തലേ ദിവസം തന്നെ പോണം തൊടാൻ. കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടിട്ട് വരണം. മടുത്തു എനിക്ക്, ഇനി ഞങ്ങൾ വരുന്നില്ല. ഡേയ്, അവർ രണ്ടുപേരും കൂടെ ഗുരുവായൂർ വഴി തൊഴുതേനെ. നിന്നെ പോലീസുകാർ എന്തിനു വിളിച്ചെന്ന് പറ. നീ ഇവിടെ കുറയ്ക്കാതെ. ജാമ്യത്തിലിറക്കാൻ ആരെ? നിങ്ങളുടെ മോനെ. രണ്ടെണ്ണം താമസിച്ച ലോഡ്ജേ പോലീസ് റെയ്ഡ് ചെയ്തു. അനാശാസ പ്രവർത്തനത്തിന് ഉള്ളിലിരിക്കായിരുന്നു. തെളിവ് ചോദിച്ചാൽ കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഇതാ പറയണ്, വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യണമെന്ന്. അല്ല, അന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ മതിയല്ലോ. മൂത്ത് നിറച്ചിരിക്കല്ലേ? ഇനിയിപ്പോ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. ഞാൻ മൂത്തിറച്ചിരിക്കാനടാ. എടാ, ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ തന്തയാണ് ഞാൻ, നിന്റെ അവന്റെ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും നീയൊക്കെ കേട്ടിട്ടുണ്ടാ? നിനക്കൊക്കെ തോന്നിയ പോലെ അല്ലടാ ഇത്രയും കാലം നീയൊക്കെ ജീവിച്ചത്. തന്ത്ര പോലെ നിൽക്കണം, ഇല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നീയൊക്കെ വളരണം. തന്തയുടെ സ്ഥലത്തിനടാ നിൽക്കുന്നത്. തന്ത കണ്ടിട്ടല്ലേ മക്കള് വളരുന്നത്? എടാ, എങ്ങനെയാ നിന്നെയൊക്കെ ഞാൻ വളർത്തിയത്? എങ്ങനെയാ നിന്നെയൊക്കെ ഞാൻ നോക്കിയത്? എടാ, അവൻ ഈ ഗതിയെ വന്നുള്ളൂ. നീ ഉണ്ടല്ല, നിന്റെ ഊപ്പാട് വന്നേ നീ പോളൂ. തന്തയാണ് പറയണത്. ഞങ്ങൾ ഇങ്ങനെ ആയത്. നടമോനെ കഴിഞ്ഞൂത്ത് അടിച്ചെന്നുണ്ടല്ലോ. അടിക്കല്ലേ അച്ഛാ, മിണ്ടല്ല. അവര് വരുന്നു. അവന്റെ പെങ്ങളെ കെട്ടിയതാ എന്റെ ചക്ക ഇങ്ങനെയായത്. എന്താ അളിയത്? മാനം പോയില്ലേ? ഇനി ഇതിന്റെയും കൂടി കുറവുണ്ടായുള്ളൂ. അല്ലേലും തന്നെ രണ്ടുപേരും ഇവിടെ തല്ലി വിളിച്ച് അയൽവക്കക്കാർക്ക് ചിരിക്കാനുള്ള വക ഉണ്ടാക്കണ്ടല്ല. കല്യാണം കഴിഞ്ഞ് 3-ന്റെ അന്ന് തുടങ്ങിയതാ ബഹളം. ഒരു സമാധാനം ഉണ്ടായിട്ടില്ല ഇവിടെ. 3-ന്റെ അന്നല്ല, അന്ന് രാത്രി തുടങ്ങി. അന്നല്ല, പിറ്റേ ദിവസം രാവിലെ. ഓ, രാവിലെ. 2 വർഷമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിക്കേ നീ ബന്ധം അങ്ങോട്ട് വേർപെടുത്തിയേരി. എന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് നിൽക്ക്, ഞാൻ നോക്കിക്കോളാം നിന്നെ. ഏയ് പരിജാത, നീ എന്താടേ പറയണത്? ഇടയ്ക്കിടയ്ക്ക് നീ ഇതുപോലെ ഇവിടെ വരുമ്പോൾ പറയാറുണ്ടല്ല, അങ്ങ് വാ നോക്കിക്കോളാന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്റെ സൗകര്യം എന്തിനും ഇവിടെ കെട്ടിച്ചു വിട്ടത്? നിന്റെ വീട്ടിൽ പൂട്ടി കെട്ടാൻ പോരായിരുന്നു? അത് നമ്മുടെ അച്ഛന്റെ കുഴപ്പമാണ്. കെട്ടിച്ചു വിടുന്ന കുടുംബത്തിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണമായിരുന്നേ. അതെങ്ങനെയാണ്? നമ്മുടെ പെങ്ങൾ അവന്റെ ചിരി കണ്ടപ്പോ വീണു പോയല്ല. അവൻ ചിരിച്ചാൽ വേറെ കാര്യമുണ്ട്. നിങ്ങളെ കുടുംബത്തിന്റെ കഥ കേട്ട് ചിരിച്ചത്. നീ അധികം വർത്താനം പറയല്ലേ. ഈ കുടുംബത്തിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നീ എന്തെങ്കിലും എടുത്ത വഴിക്ക് വെറുതെ ഡൈവോഴ്സ് എന്നൊക്കെ തോന്നിയാസം പറയാ. എന്ത് തോന്നിയാസം പറഞ്ഞത്? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞതായോ തോന്നിയാസം? അയ്യോ മോളെ, നീ അടങ്ങി തറയുന്നില്ലേ? നിന്റെ നാക്ക് വെളിയിൽ എടുക്കല്ലേ. ഇത് നിന്റെ വീടല്ല. ആട്ടുകാരെ വിളിച്ചു കൂടല്ലേ, ഉണ്ടായില്ല അവിടെ. കാരണവരെ എന്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞോ? അവളൊരു അക്ഷരം പറഞ്ഞു പോരുത്. നിന്റെ തന്തെ തന്നെയാണ്. തന്തനെ പറഞ്ഞപ്പോ അവക്ക് പിടിച്ചില്ല. അതെ, ബഹളം വെക്കല്ലേ, നാട്ടുകാരറിയും. ഇനി എന്തറിയാനാണ്? നാട്ടുകാർ മൊത്തം അറിഞ്ഞില്ലേ? മോളോട്ടെ ഒന്ന് വായിച്ചു കൊടുക്ക്. ഞാൻ വായിക്കാം. ഈ കൂതറ ഫാമിലി ഒന്ന് കേക്കട്ടെ. അനാശാസ്യത്തിന് അറസ്റ്റിൽ. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള ലോഡ്ജിൽ പോലീസ് ഇന്നലെ നടത്തിയ മിന്നൽ റെയ്ഡിൽ ദമ്പതികളെന്ന വ്യാജേന മുറിയെടുത്ത് താമസിച്ച യുവാക്കൾ അറസ്റ്റിൽ. കടുവമാന്തിക്കരയിൽ സുന്ദരേശൻ മകൻ ലോലിതനും വിഭീഷണൻ മകൾ മണ്ടോദരിയുമാണ് അറസ്റ്റിലായത്. പ്രതികൾക്ക് ജാമ്യം നൽകി വിട്ടയച്ചു. ജാമ്യം നൽകിയാളുടെ പേരൊന്നും ഇല്ലല്ലോ. സമാധാനായല്ലോ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ അന്ന് രാവിലെ ഇവിടുന്ന് അമ്പലത്തിൽ പോയാൽ മതിയെന്ന്. അപ്പൊ പറ്റില്ല. തലേ ദിവസം അവിടെ ചെന്ന് കിടന്നുറങ്ങി രാവിലെ നിർമ്മാല്യ ദർശനം നടത്തിയാലേ പറ്റൂ. എന്തിനാടാ ഗുരുവായൂർ പോയി ലോഡ്ജ് എടുത്തേ? കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കൈനോട്ടക്കാരി വന്നിരുന്നു. അവർ പറഞ്ഞു എന്നും ഞങ്ങൾ വഴക്കിടാനുള്ള കാരണം കല്യാണത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് കിട്ടിയ കൊതിയാണെന്ന്. അപ്പോൾ രാവിലെ നിർമ്മാല്യം തൊഴുതാൽ മാറുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് പോയതാണ്. എനിക്ക് മടുത്തു. എത്രയും പെട്ടെന്ന് ഈ ബന്ധം പിരിയണം. ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നോളാം. ചേട്ടൻ എന്നെ നോക്കൂലേ? നീയൊന്ന് അടങ്ങുമണ്ടു. ഞാൻ നേരത്തെ ഒരു ആവേശത്തിന് പറഞ്ഞു പോയി എന്നോർത്ത് ഞാനിതൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കട്ടെ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ ഇറങ്ങി പോയി വീട്ടിൽ. പിന്നെ അല്ലളിയാ, പോലീസുകാർ പിടിച്ചപ്പോ നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന് അവരോട് പറയാറുന്നില്ലേ? അത് പറഞ്ഞു. എന്നിട്ട് അവര് പറഞ്ഞു അത് മാത്രം പോരാ, രേഖ കാണിക്കാൻ പറഞ്ഞു. കല്യാണം രജിസ്റ്റർ ചെയ്യാത്തോണ്ട് രേഖ കാണിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് താലിമാല എടുത്ത് കാണിച്ചു കൊടുത്താർന്നാടി. അതെങ്ങനെയാണ്? ഇയാളുകൊണ്ട് പണയം വെച്ചില്ലേ? പിന്നെ റോൾഡ് ഗോൾഡ് കാണിച്ച് ആരെങ്കിലും വിശ്വസിക്കോ? മക്കളെ ആൽബം ഇല്ലായിരുന്നു, അതെടുത്ത് കാണിക്കാൻ തറ. അമ്പലത്തിൽ പോകുമ്പോ ആരെങ്കിലും ആൽബം കൊണ്ടുപോച്ചാ? ഈ വകതിരിവില്ലാത്തവന്റെ കൂടെ എനിക്ക് ഇനി ജീവിക്കണ്ട. എനിക്ക് ഡിവോഴ്സ് വേണം. എനിക്ക്
അവളെ ഇങ്ങോട്ട് ഇറക്കി വിടും. ഇങ്ങ് വാ, ഇങ്ങ് വാ. എന്റെ ബാഗ് എടുത്താ ഞാൻ പോവാ. ഒരു മിനിറ്റ് പലട്ടാ, ഇതിന്റെ എല്ലാം ഓരോ കോപ്പി വെച്ച് എടുത്തോണ്ട് ഫോട്ടോ കോപ്പി എടുക്കാം. എന്ത് ഫോട്ടോ കോപ്പി? ശരി സർ. അന്നത്തെ പോലെ സ്റ്റുഡിയോ പോയി ഫോട്ടോ എടുത്തോണ്ട് വരില്ല ഇയാളെ മോന്തേടാ. അതൊരവസരം. ആ അബദ്ധം. ഇച്ചിരി കേൾവി കുറവുണ്ടേ, അതുകൊണ്ടാ. നിങ്ങളുടെ പ്രശ്നം പറയും. സാർ ഒരു കാരണമല്ല ഇവർക്ക് വിവാഹമോചനം വേണം. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. മതി, ആ കാരണം മതി. ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് വിവാഹമോചനത്തിന് അപേക്ഷിക്കാമല്ലോ. എന്തായാലും നിങ്ങളെടുത്ത തീരുമാനം വളരെ നന്നായി. എന്താ? എനിക്ക് കേസും ആവും ഫീസും കിട്ടുമല്ലോ. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 2.5. അല്ല 2 കൊല്ലം. 2.5. 2 കൊല്ലം. 2 ആണോ 2.5 ആണോ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കുക. 2.5 സാറേ. അല്ല സാറേ, 2 കൊല്ലം ആയിട്ടുള്ളൂ. 2013 ജാനുവരിയിലായിരുന്നു കല്യാണം. ഇപ്പൊ 2015 ജാനുവരി ആയപ്പോ 2 വർഷം. 2 വർഷം. ഈ 2 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ഇതിനു മുന്നേ തോന്നിയിട്ടുണ്ടോ വിവാഹമോചനം വേണമെന്ന്? ഈ കഴിഞ്ഞ നിമിഷം പോലും ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ ഇയാൾ നിന്ന് എനിക്ക് വിവാഹമോചനം വേണമെന്ന്. നിങ്ങളുടെ മനപ്പൊരുത്തം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളത്. പക്ഷേ കോടതിക്ക് ഇവിടെ ബോധ്യമാവണം. ഈ ഡിവോഴ്സ് വേണം, ജീവനാംശം വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ അങ്ങ് ചുമ്മാ ചെല്ലാൻ പറ്റില്ല. മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതാണ് ഇപ്പം ഈ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പം മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഡിവോഴ്സിന് വന്നേക്കുന്നത്. എന്തായാലും പിരിയുന്നതിന് മുമ്പ് രണ്ടാളും കൂടെ ഒരുമിച്ച് ചെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വാ. ഞാൻ നിങ്ങളെ 2 ആക്കി തരാം. സാർ, ആ ലോലിതൻ. ഓ നോക്കി താൻ എന്തിനാണോ ഈ ഫയൽ നോക്കി പിടിച്ച് എന്റെ പിന്നാലെ വരുന്നത്? അതൊരു ഭാഗത്ത് വെക്ക്. താൻ എവിടുന്നാ വരുന്നത്? കടുവമാന്തിക്കര. എവിടെ? കടുവമാന്തിക്കര. കടുവമാന്തിക്കര. എന്താ കാര്യം? മാരേജ് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു സാർ. എത്ര നാളായി തന്റെ കല്യാണം കഴിഞ്ഞിട്ട്? 2.5. 2. എന്ത്? 2 വർഷമായി. താനല്ലേ 2.5 വർഷം എന്ന് പറയുന്നത്? അല്ല, അത് മുമ്പായിരുന്നു. ഇപ്പൊ 2. എന്നിട്ട് ഇത്രയും കാലം മാരേജ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ കാരണം? ഭയങ്കര വഴക്കും വെക്കാണൊക്കെ ആയിരുന്നു സാർ. ഞങ്ങൾ ഭാര്യയും വീട്ടുകാരും ഞങ്ങളും എല്ലാവരും കൂടെ ആയിട്ട് ടൂർ പോയിരിക്കുകയായിരുന്നു. 2 വർഷമായിട്ട് നീ ടൂറിലായിരുന്നു? കൊടൈക്കനാല്, ഒറ്റപ്പാലം, ചിറ്റൂര്. ഒരു കാര്യം ചെയ്യ്, ഒരു മാപ്പപേക്ഷ എഴുതി കൊടുക്കുക കേട്ടോ. പേപ്പറുണ്ടോ? പേപ്പറില്ല. പേപ്പറും ഇല്ലേ? 50 പൈസ ഗവൺമെന്റ് നഷ്ടമാണ്. ഞാൻ തരാം, 50 പൈസ തരാം. ഞാൻ തന്റെ കയ്യിൽ ഒരു ഫയൽ തന്നില്ല, അതെവിടെ? എന്തിനാണ് ആ അലമാര തുറക്കാൻ നിൽക്കുന്നത്? അതിലൊക്കെ വില പിടിച്ച സാധനങ്ങൾ ഇങ്ങോട്ട് വാ. അല്ല, ഇത് ഫയൽ കിട്ടണ്ടേ? ഇവിടെ വന്നിരിക്കും. അല്ല, സാറിന്റെ ഫയലാണ് അതിരിക്കും. അതിനകത്തൊക്കെ പോയി കൈയിട്ട് മാതിയിട്ട് വല്ല പാമ്പും കടിച്ച് ചേർത്താ അതിന് സർട്ടിഫിക്കറ്റ് ഞാൻ എഴുതിയിട്ട് വരും. ആ ഫയലാണിത്. അതെ, ആ ഫയലാണിത്. ഇത് ഇവിടെ ഇരിക്കായിരുന്നു. പിന്നെ അവിടെ പോയി മതി തന്നിട്ട് താനാ മാപ്പപേക്ഷ എഴുതറോ? ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾ അവിടെ പുറത്തെവിടെയും പോയിരുന്ന് എഴുതിക്കോളൂ. കഴിഞ്ഞു സാർ. അക്ഷരത്തെറ്റുണ്ടായിരിക്കും എന്നാണ്. ഇതെന്താണ് ഇത്? മാപ്പപേക്ഷ. കല്യാണം കഴിച്ചത് വളരെ വളരെ തെറ്റായി പോയി. മാപ്പ്. താൻ കല്യാണം കഴിച്ചതിന് എന്നോട് മാപ്പ് പറയണ എന്തിനാണ്? എടോ, വിവാഹം കഴിഞ്ഞാൽ 45 ദിവസത്തിന്റെ ഉള്ളിൽ അത് രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ 1 വർഷം കഴിഞ്ഞ് വന്നാലൊന്നും സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യാം, മാപ്പപേക്ഷ മര്യാദയ്ക്ക് എഴുതി കൊടുക്കുക, പിന്നെ ഒരു 100 രൂപ ഫൈനും അടക്കി, അപ്പോൾ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോവാം.
അല്ല സാറൊന്ന് പെട്ടെന്ന് ശരിയാക്കി പെട്ടെന്നൊന്നും ശരിയാക്കി തരാൻ പറ്റില്ല. ഇവിടെ വേറെ ഒരുപാട് ജോലി തിരക്കുണ്ട്. പിന്നെ താൻ ഒറ്റയ്ക്ക് വന്ന് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അതൊന്നും തരാൻ പറ്റില്ല. ഭാര്യയും കൂട്ടിയിട്ട് വാ. ഭാര്യയും കൂട്ടിയിട്ട് വേണോ സാർ? പിന്നെ ഭാര്യയും കൂട്ടിയിട്ട് വരണ്ടേ? എനിക്ക് നിയമം തെറ്റിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ പഞ്ചായത്ത് സെക്രട്ടറി ആയ എൻ്റെ അടുത്ത് വന്ന്, അതായത് രജിസ്ട്രാറായ എൻ്റെ അടുത്ത് വന്ന് ഒരുമിച്ച് സൈൻ ചെയ്താലേ എനിക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. എന്തോ ആദ്യം പോയിട്ട് ഭാര്യയെ വിളിച്ചിട്ട് വാ. സാർ അപ്പോൾ രജിസ്ട്രാർ വേറെ കാണേണ്ടി വരും. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലാവാത്തത്? അല്ല സെക്രട്ടറി ഞാനാണ്. അല്ല അപ്പൊ പഞ്ചായത്ത് രജിസ്ട്രാറും ഞാനാണ്. എല്ലാം സാറാണ്. അതാ പറ്റില്ലേ? അല്ലാതെ പറ്റും. അഭിനന്ദാ അല്ല അറിഞ്ഞൂടാത്തോണ്ട് പോയിട്ട് ഭാര്യയെ വിളിച്ചിട്ട് പാടോ. കല്യാണം കഴിക്കാൻ മാത്രം വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല. സാറേ സാർ ആ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇരിക്കൂ. കസാര കൊണ്ടുവിടോ. ആ കസാര കൊണ്ടുവിടാ. ആ അതിനോട് മാറി ഒരു മര്യാദ വേണ്ടേ? എന്താ കാര്യം? സാർ സർട്ടിഫിക്കറ്റ് ആണ്. ആ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി എന്നല്ലേ പറഞ്ഞത്? പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ തോന്നാനുള്ള കാരണം? അല്ല സാർ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വേണം സാർ. ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായില്ലേ? ഇനി നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാം. സാറേ ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല, ഇനി വേണ്ടേതാനും. കുറെ പ്രശ്നങ്ങളുണ്ട് സാറേ. ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അതിനാ ഈ വിവാഹ സർട്ടിഫിക്കറ്റ്. അയ്യോ, വിവാഹമോചനം നടത്താനാണോ നിങ്ങൾ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത്? സാർ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ശരിയാക്കി താ. കുട്ടി, ഇത് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇത് DDPക്ക് അയക്കണം. അവിടെ പോയി അതിൻ്റെ അപ്രൂവലൊക്കെ ആയിട്ട് വരണം. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കോയസാറ് ജൂനിയർ സൂപ്രണ്ട് കോയസാർ അപ്പുറം ഇരിപ്പുണ്ട്. അയാളെ പോയിട്ട് കാണും. അയാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടാ. കുട്ടിയുടെ പേരെന്താ? മണ്ടോദരി. മണ്ടോദരി സുന്ദരി. സാറേ ഞാൻ ലോലിതൻ. ആ ഈ ലോലിതൻ. ലോലു 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 മണ്ടോദരി സുന്ദരി. ഞങ്ങൾക്ക് വിവാഹമോചനം ആവശ്യമായി വന്നിരിക്കുന്നതിനാൽ വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നിരിക്കുന്നു. ആയതിനാൽ അത് അനുവദിച്ചു തരുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ലോലിതൻ മണ്ടോദരി. സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വേണം സാർ. ഇതിലല്ല, ഇതിങ്ങനെയല്ല. ഇത് ഫോം 2 വേണം ഇത് പൂരിപ്പിക്കാനായിട്ട്, ഇത് അപേക്ഷിക്കാൻ. അതെവിടെ കിട്ടും? അതിവിടെ കിട്ടും. ഒന്നും കളിച്ചു. അല്ല അതല്ല ഇങ്ങട് വേണ്ട സാറേ, വേണ്ട വേണ്ട. അല്ല, ഇനി അത് ശരിയാവില്ല സാറേ. അതല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങള് അങ്ങോട്ട് നിക്ക്, അങ്ങോട്ട്. ആ ബോബിയേ, ആ ഫോം 2 അതിലുണ്ടാവും. ഫോം 2. ആ ഇന്നലെ 2 കൊടുത്തായിരുന്നേ. അത് കൊടുത്തു ഇനി വാങ്ങാൻ പറ്റില്ല. നമുക്ക് അതിന്റെ ഒറിജിനൽ ഉണ്ട് കയ്യിൽ. കോപ്പി എടുത്ത് വെച്ചിട്ടേ സംഘടിപ്പിക്കാന്നുള്ളൂ. അത് മതി. അപ്പം ഇങ്ങോട്ട് നിന്നോ, ഇങ്ങോട്ട്. അപ്പോ പിന്നെ വേണ്ട സാധനങ്ങൾ: റേഷൻ കാർഡിന്റെ കോപ്പി, പിന്നെ പാസ്പോർട്ട് സൈസ് 4 ഫോട്ടോ വേണം, പിന്നെ ആധാർ കാർഡിന്റെ കോപ്പി, പിന്നെ നിങ്ങളുടെ ഈ പ്രായം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്. ഇത്തരം സാധനങ്ങളും കൂടി നിങ്ങൾ ഇങ്ങോട്ട് തരേണ്ടി വരും. അപ്പൊ ഇത്രയും സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് തരുമ്പം വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ അല്ലേ? അത് കിട്ടും. അത് മതി. പിന്നെ അത് മാത്രല്ല, നിങ്ങൾ 2 പേരും കൂടി ഒത്തൊരുമോടുകൂടെ വേണം ഈ ഫോം പൂരിപ്പിക്കാൻ. അത് നടക്കൂല. അത് നടക്കൂല. അല്ല നടക്കൂല പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളാ ഒരു സൗഹാർദ്ദത്തോടു കൂടി നിന്നിട്ട് വേണം അത് പൂരിപ്പിക്കാനും ഒപ്പിടാനും. അല്ല സാറേ, അത് ഞങ്ങൾ ഏറ്റു. പിരിയണ കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ഒത്തൊരുമയാ. ഞങ്ങൾ ഒന്നിച്ച് ഒപ്പിട്ടോളാം. അല്ല അങ്ങനെ ഒപ്പിടണം. ആദ്യം ഒപ്പിടും, എന്നിട്ട് പിന്നെ ഒപ്പിടും. എന്തെങ്കിലും ആവട്ടെ,
നിങ്ങൾക്ക് ഈ ചെയ്യണ കാര്യം നിങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്ന കാര്യമല്ലേ ഇതൊക്കെ. അപ്പൊ പിന്നെ സാർ ആ ഫോം ഇങ്ങോട്ട് താ. അങ്ങനെ അങ്ങോട്ട് ഫോം എടുത്ത് തരാൻ പറ്റില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ചില നടപടികളും ഒക്കെ ഉണ്ട്. സാറേ ഇപ്പൊ 5-10 വേണോ എത്രയെന്ന് വെച്ചാൽ പറയണം സാറേ തരാം. 5-10 എന്തിട്ടാണ്? 5-10 ബോബേ 10-15 നിങ്ങളൊരു 500 റുപ്യ കൊടുത്തിട്ട് പോവാ സാറേ. ആ രണ്ടാൾക്കും സന്തോഷമല്ലേ സാറേ, ഒരു 1000 കൊടുക്കാൻ പറയും. ആ കുഴപ്പമില്ല. അപ്പൊ ഇല്ലാത്ത സമയത്ത് നിങ്ങളുള്ള മതി. അത് തന്നെ 500 റുപ്യ തന്നിട്ട് കേട്ടോ. അവിടെ കൊടുത്താ അവിടെ കൊടുത്താ. ലളിതാ, ഇയാളെ ഇതിൻ്റെ ഒരു 5 കോപ്പി ഫോട്ടോ സെറ്റ് എടുക്കണം. ഒറിജിനൽ ഇവിടെ തിരിച്ചു കൊണ്ട് തരണം. 4 കോപ്പിയും ഒറിജിനൽ ഇവിടെ തരണം. ഒരെണ്ണം തങ്ക വെച്ചോ കേട്ടാ. പിരിയാൻ പോണ ആൾക്കാരാണ്. എന്താ സന്തോഷം പോണ പോക്ക് കണ്ടില്ലേ? എന്താണിത്? എന്താണെന്ന്? സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നാണ്. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഇങ്ങനെയാണ് വരണത്? നിങ്ങളെന്താ കസേരക്കളി കളിക്കണം? ആയിരിക്കും. സാർ ഇതൊന്ന് വേഗം ശരിയാക്കി തരണം. വേഗം ശരിയാക്കാനൊന്നും പറ്റില്ല. ഇതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. ഇതെങ്ങനെ വേഗം ശരിയാക്കും? ഇതിൽ സാക്ഷിയുടെ ഒപ്പില്ലല്ലോ. നിങ്ങളുടെ കല്യാണം കണ്ടിട്ടുള്ള 2 സാക്ഷികളുടെ ഒപ്പ് വേണം. ആ ഒപ്പ് ഇതിനകത്ത് ഇട്ടിട്ടില്ല. ഓടി വന്ന് ഇതിനകത്ത് ചാടിക്കാർ ഇരുന്നോണ്ട് കാര്യമില്ല. ഇനിയിപ്പോ സാക്ഷികളൊക്കെ എവിടെ നിന്ന് ഒപ്പിക്കും സാറേ? വേണമെങ്കിൽ ഞാൻ 2 ഒപ്പിട്ട് തരാം. ആ വേല നീ കയ്യിൽ വെച്ചാൽ മതി. സാക്ഷികളുടെ ഒപ്പ് വേണം. പിന്നെ നിങ്ങളുടെ കല്യാണം നടന്നത് അമ്പലത്തിലാണോ പള്ളിയിലാണോ എങ്കിൽ അവിടുത്തെ അധികാരിയുടെ രേഖ വേണം. പിന്നെ ഓരോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പിന്നെ ആ കല്യാണത്തിന് നിങ്ങൾ അടിച്ചിട്ടുള്ള കുറിമാനമല്ലേ, അതിന്റെ ഒരു കോപ്പി ഇതിന്റെ കൂടെ വെക്കണം. സാറ് 2 വർഷം മുമ്പുള്ള കല്യാണ കുറിയൊക്കെ ആര് സൂക്ഷിച്ചു വെക്കാനാ? അത് അമ്പലത്തിലാണ് നടന്നത്. അവിടുത്തെ ഇതൊക്കെ വേണം സാറേ. അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഈ രേഖകൾ വേണം. എന്നാലേ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂ. അതെ, നിങ്ങൾ പോയിട്ട് ആ രേഖകളൊക്കെ കൊണ്ടുപോവാ. എന്താണ് സാറേ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കണം. സാർ എപ്പോഴും ഇവിടെ എന്തുകൊണ്ട് സാറേ തിരക്കിക്കൊണ്ടിരിക്കണം? സാറിന് അന്ന് വന്നപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടായിരുന്നു ഇത്. ഞാൻ തിരക്കണ്ടേ? പിന്നെ താൻ തിരക്കണോ? അല്ല ഇത് അന്ന് വന്നപ്പോൾ ഞാൻ തിരക്കണ്ടേ? താൻ തിരക്കൂ. അല്ല തനിക്ക് സർട്ടിഫിക്കറ്റ് വേണോ? താൻ എന്നെ നേരാക്കാനാണോ? സർട്ടിഫിക്കറ്റ് മതി. തനിക്ക് എന്ത് വേണം? സർട്ടിഫിക്കറ്റ് ആ മതി. കൂട്ടി രേഖകൾ കേട്ടുവാ. രേഖകളുമായിട്ട് വന്നു. സാർ എല്ലാ രേഖകളും ഉണ്ട്. ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരണം. പെട്ടെന്ന് ശരിയാക്കി തരിക എന്നൊക്കെ പറഞ്ഞ എന്താണ് പെങ്ങളെ ഇത്? ലോലിത ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? താനെന്താണ് ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നത്? ഇത്രയൊക്കെ സന്തോഷമുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായെന്നല്ലേ പറഞ്ഞത്? അതെ. 1 വർഷം കഴിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറുടെയോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം കൂടെ ഇതിന്റെ കൂടെ വെക്കണം. പഞ്ചായത്ത് മെമ്പറായിട്ടൊക്കെ തെറ്റിയൊക്കെ ഇരിക്കുകയാണ്. ഗസറ്റ് ഓഫീസിൽ നിന്നും കാണാനൊന്നും പറ്റുന്നില്ല. സാറ് ചെയ്തേരാൻ പറ്റി ചെയ്തേരണം സാറെ കൊണ്ട്. താനെന്താണ് ഭീഷണിപ്പെടുത്തുന്നത്? ഭീഷണിപ്പെടുത്തുന്നില്ല. കുറെ നാളായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കയറി ഇറങ്ങി നടക്കല്ലേ. അതേന്ന് ഇത് ചെയ്ത് നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് DDPക്ക് അയക്കാൻ പറ്റൂ. ഏത് DDP? DDPക്ക് അയച്ചു കഴിഞ്ഞാൽ തന്നെ അത് കിട്ടാനൊക്കെ പിന്നെ 2 വർഷമൊക്കെ പിടിക്കും. കുറെ നാളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി ഇറങ്ങണം. ബഹളം വെക്കരുത്. ഇതൊരു ഓഫീസാണ്. അത് ബഹളം വെക്കുന്നത്. നിങ്ങൾ രേഖകൾ കൊണ്ടുപോവാ. രേഖകൾ കൊണ്ടുവരാ. പിന്നെ ഞാൻ എന്ത് ചെയ്താനാണ്? നിങ്ങൾ ചെയ്ത് തരാൻ പറ്റിയ ചെയ്താൽ ചെയ്തു തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് രേഖകൾ വേണം. രേഖകളില്ല എനിക്ക് ചെയ്തു തരാൻ പറ്റില്ല. ഡൈവോഴ്സ് വേണം. ഡൈവോഴ്സ്. ആ ഡൈവോഴ്സ് വേണം. നിങ്ങൾ എടുത്തോ. അതാണ് പറയുന്നത്. രേഖകൾ കൊണ്ടുപോവാ. രേഖകൾ കൊണ്ടുപോവാ. ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഇയാൾക്ക് പറഞ്ഞു വിടായിരുന്നോ? എന്ന് വന്നപ്പോ ഇവിടെ കയറി വന്നപ്പോഴത്തേക്ക് അന്ന് വന്നപ്പോ നിങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ. 2 പ്രാവശ്യം കൂടെ കയറി വന്നില്ല അങ്ങോട്ട് കൂടെ. അതിൽ വരാതിരിക്കാൻ പറ്റൂ. വന്നപ്പോ പറയണോ? കാര്യം നിങ്ങളുടെ കാര്യമല്ലേ. നിങ്ങളുടെ കാര്യമാണെങ്കിൽ നിങ്ങൾ പറയണം. എന്തൊക്കെ വേണമെന്ന് നിങ്ങളോട് ഇങ്ങോട്ട് പറയാം. എന്നാലും നമുക്ക് അറിയാൻ പറ്റൂ. എന്താണ് ഞാൻ പറയുന്നത്? അയ്യോ ഇത് നിങ്ങളുടെ ഭർത്താവല്ലേ? വിളിച്ചോണ്ട് പോകരുത്. ഇത് ഭ്രാന്താണ്. ഭ്രാന്ത്. വേണ്ട ഏട്ടാ. വേണ്ട ചേട്ടേ. വേണ്ട ഏട്ടാ വിട്ടേക്ക്. നീ പറഞ്ഞുകൊണ്ട് വിടാം. വേണ്ട നമുക്ക് പോവാം. കുറെ നാളായിട്ട് അതെ എന്തോന്നതെ നിനക്കുള്ള ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്. എനിക്ക് കയറി നടക്കാനൊന്നും പറ്റുന്നില്ല. നീ പോയി ഡിവോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് അതൊക്കെ മേടിച്ചോണ്ട് വാ. ഞാൻ ഒപ്പിട്ട് തരാം. എനിക്കും കയറി ഇറങ്ങി നടക്കാനൊന്നും പറ്റൂല. എന്നാ പിന്നെ ഈ
ഡിവോഴ്സ് ഒന്നും വേണ്ട. പിന്നെ ഡിവോഴ്സ് വേണ്ട, അത് തന്നെ. പിന്നെ വാ വീട്ടിലോട്ട് പോവാം. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഓഫീസിൽ കയറി ഇറങ്ങി നടക്കുക. ന്യായം മായം